ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. ഫ്രണ്ട്സിനായിട്ട് സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും ഈ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഹംസ. ഇത് നമ്മുടെ ഗൈഡാണ്. ദുബായ് വോക്സിൻ്റെ ഈ ട്രിപ്പിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് പരസ്പരം തമ്മിൽ അറിയാത്ത കുറച്ച് പേര് തമ്മിൽ ഒരുമിച്ച് കൂടുകയാണ്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ദുബായിയുടെ എനിക്കറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽസീഫിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ കാൽനട യാത്രകൾ തുടങ്ങുകയായി. ചുറ്റും ഒരുപാട് കടകളുണ്ടായിരുന്നു. പെർഫ്യൂംസിൻ്റെ കുറേ വെറൈറ്റീസ്, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, ബാഗുകൾ, പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ. കുറേയൊക്കെ എനിക്ക് മനസ്സിലായി, ചിലതൊന്നും മനസ്സിലായുമില്ല. എല്ലാം പോയി നോക്കി, ഒന്നും വാങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് നടന്ന് പുരാതനമായ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നട്ടപ്പാറ വെയിലത്ത് കെട്ടിയ ഈ ടെൻറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒന്ന്. ഇതിനകത്ത് ഒരു ഫാൽക്കണും പിന്നെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അപ്പൂപ്പനും ഉണ്ടായിരുന്നു. കുറേ നടന്ന് ക്ഷീണിച്ചതല്ലേ, ഇനി കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള കോഫിയും ഡേറ്റ്സും ഒക്കെ തന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ ഫാൽക്കൺ കുഞ്ഞിനൊന്ന് നോക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. ദുരുദ്ദേശമൊന്നുമില്ല, പക്ഷെ ഒന്ന് തൊടണം. പണ്ടേ ഞാനിങ്ങനെ എന്തെങ്കിലും ജീവികളെ കണ്ട ഒന്ന് പോയി തൊട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഒന്ന് പേടിച്ച് നിന്നെങ്കിലും അപ്പാപ്പൻ തൊട്ടോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി. എന്നാലും പുള്ളിക്ക് എന്നെ അത്ര പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ സെറ്റായേ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ദുബായിലെ ഏറ്റവും പഴക്കമുള്ള ബിൽഡിങ്. വർഷമൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് നേരെ അബ്രയിലെത്തി. ഞങ്ങൾക്ക് ഫുഡും വെള്ളവും ഒക്കെ തന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെയാണ് കോമഡി. ഇതൊന്നും പറയണ്ട, ബോട്ടിൽ അക്കരെ പോകണ്ടേ, എനിക്ക് ഈ വെള്ളമൊക്കെ പേടിയാണ്. പിന്നെ അങ്ങനെയൊക്കെയോ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചൊരു വിധത്തിൽ ബോട്ടിൽ കയറി. കൂടി ഉണ്ടായിരുന്ന അമ്മച്ചിയുടെ കൈയും പിടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അക്കരെ എത്തി. പക്ഷേ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓൾഡ് ബലാദിയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്പൈസസും പെർഫ്യൂംസും ഡ്രസ്സും ഒക്കെയുണ്ട്. അവിടുത്തെ സ്പൈസസിനെ കുറിച്ചും മരുന്നുകളെ കുറിച്ചുമൊക്കെ അദ്ദേഹം, നമ്മുടെ ഗൈഡ്, നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരികയും ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഗോൾഡ് സൂക്കിലേക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കയറുമ്പോൾ നമ്മുടെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ 64 kg ഉള്ള റിങ്ങൊക്കെ കാണാൻ പറ്റും. പിന്നെ കിലോ കണക്കിന് ഗോൾഡ്, ഫുള്ള് ഗോൾഡും മയം. പിന്നെ എനിക്കൊരു സംശയം തോന്നിയത് ഇതൊക്കെ ആരാ മേടിക്കണം എന്നാൽ. ഗോൾഡിൻ്റെ ഉടുപ്പ് വരെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ യാത്ര. പിന്നെ കൂടെ വന്ന ആൾക്കാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാനും വീട്ടിലേക്ക് പോന്നു.